ഹലോ, ഇന്നൊരു ഹെൽത്തി പാൻ കേക്ക് റെസിപ്പി നോക്കിയാലോ. ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും ഇതിവിടെ ഉണ്ടാക്കാറുണ്ട്. ഫേവററ്റ് ഡിഷസിൽ ഒരെണ്ണമാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ 2 പേർക്കുള്ള മെഷർമെൻറ്റ്സിലാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതിനായി ഇവിടെ 1.5 കപ്പ് ഓട്സ് എടുക്കണം. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ നിങ്ങളും എടുക്കാവുള്ളൂ. അതിനെ നമുക്ക് ഒരു പാനിലോട്ട് മാറ്റി ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. തണുത്തതിന് ശേഷം ഇവയെ നമുക്കൊരു ബ്ലെൻഡർ ജാറിലോട്ട് മാറ്റി കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 3 ടീസ്പൂൺ ഷുഗറും ഒരു പിഞ്ച് അളവിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവയെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കാമേ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ റോബസ്റ്റയുടെ പഴമാണ് എടുത്തിരിക്കുന്നത്, ചെറുതായി മുറിച്ചത്. കൂടെ 1 ടീസ്പൂൺ വെനില എസൻസും 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ 1/2 കപ്പ് കാച്ചിയ തണുത്ത പാലും എല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ബൗളിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിനോടൊപ്പം ചേർക്കാം. ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ ടോപ്പിംഗ്. ഞാനിവിടെ സിനമൺ വെച്ചാണ് ഈ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് തന്നെ. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു 2 ചെറിയ ബട്ടർ നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കാം. ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്തതിലോട്ട് 1 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഓരോ പാൻ കേക്ക്സ് ഉണ്ടാക്കാം കേട്ടോ. ഇതിനായി എപ്പോഴും നമ്മുടെ ഫ്ലെയിം ലോ ടു മീഡിയമിൽ വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം. കാരണം പാൻ കേക്ക്സ് വളരെ വേഗം തന്നെ കുക്കാകും. ഓവർ കുക്കായി പോയി കഴിഞ്ഞാലും കൊള്ളത്തില്ല, കരിഞ്ഞു പോയാലും കൊള്ളത്തില്ല. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ച് ബബിൾസ് വരാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ സിനമൺ മിക്സും കൂടെ ഒന്ന് ഡ്രിസിൽ ചെയ്യാം. എന്നിട്ട് അത് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് ഒരു 10 സെക്കൻഡ്സ് മാത്രം, അത്രേ മതിയാവുള്ളൂ. എന്നിട്ട് അത് പാനിൽ നിന്ന് വേഗം തന്നെ മാറ്റണം. ഇങ്ങനെ ഓരോന്നായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫൈനലി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സും അതിനോടൊപ്പം മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണിയാണ് സാധാരണ ഒഴിക്കാറ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് കൊക്കോ പൗഡറും സിനമൺ പൗഡറും ഒക്കെ യൂസ് ചെയ്താണ് ഈ പാൻ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, സിനമൺ പൗഡറും കൊക്കോ പൗഡറും ഒക്കെ ഇല്ലാണ്ട് തന്നെ ഞാൻ ഒത്തിരി പാൻ കേക്ക്സ് ഉണ്ടാക്കിയതുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. പൊതുവെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാൻ കേക്കാണ്. സോ ഗിവ് ഇറ്റ് എ ട്രൈ. ബൈ.